പോരെ ശബരിമല പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായി പ്രതിഫലിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് അത് കോന്നി നിയമസഭാ നിയോജക മണ്ഡലത്തിലേതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ മണ്ഡലത്തെ നേരത്തെ പ്രതിനിധീകരിച്ചിരുന്ന പത്മകുമാർ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്ക് വിധേയനാകുകയാണ്. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. മുൻ ദേവസ്വം പ്രസിഡന്റും ഒപ്പം കോന്നിയുടെ MLA പത്മകുമാർ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ശബരിമല പ്രശ്നം അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി പ്രതിഫലിക്കുവാൻ സാധ്യതയുള്ള നിയമസഭാ നിയോജക മണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയവും അതിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെയും സ്ഥിതി ചെയ്യുന്ന കോന്നി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നു തന്നെയാണ് രാഷ്ട്രീയ വിശാരദന്മാരൊക്കെയും വിലയിരുത്തുന്നത്. നമ്മൾ കോന്നി മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ആ മണ്ഡലം 1996 അടൂർ പ്രകാശിലൂടെയാണ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത്. 1996 അടൂർ പ്രകാശ് 806 വോട്ടുകൾക്കാണ് പത്മകുമാറിനെ പരാജയപ്പെടുത്തി അവിടെ ആദ്യമായി കോൺഗ്രസിന് വേണ്ടി കൊടിനാട്ടുന്നത്. അതായത് ഇതിനു മുമ്പേ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം തിരിച്ചു പിടിക്കുന്നത്. പിന്നീട് ഓരോ ഇലക്ഷനിലും അടൂർ പ്രകാശ് അവിടുത്തെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരികയായിരുന്നു. 2006 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 14,050 വോട്ടുകളാകുന്നു. അപ്പോൾ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് പ്രശസ്ത കവി കടമനിട്ട രാമകൃഷ്ണനെയാണ്. 2006 അദ്ദേഹത്തിൻ്റെ വോട്ട് ഭൂരിപക്ഷം 14,895 വർദ്ധിക്കുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഭൂരിപക്ഷം വർദ്ധിക്കുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ കഴിയും. 2011 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയുന്നുണ്ട്. അന്ന് 7,714 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ നിന്ന് അദ്ദേഹം വിജയിക്കുന്നത്. പിന്നീട് 2016 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം വീണ്ടും വർദ്ധിപ്പിക്കുന്നുണ്ട്. 20,718 വോട്ടുകൾക്ക് അദ്ദേഹം കോന്നിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള ഉദ്യമം ഏൽപ്പിക്കുന്നു. അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് പോകുന്നു. അവിടെ മത്സരിച്ച് ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ആ മണ്ഡലം തിരികെ പിടിക്കുന്നു. അദ്ദേഹം ആറ്റിങ്ങൽ MP ആകുന്നതിനെ തുടർന്ന് കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം അവിടെ നിർദ്ദേശിക്കുന്നത് അടൂർ പ്രകാശ് നിർദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടിയായ റോബിൻ പീറ്ററിനെയാണ്. പക്ഷേ അന്ന് പത്തനംതിട്ട DCCയുമായി അടൂർ പ്രകാശൻ കുറച്ച് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. DCC അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നിരാകരിക്കുകയും മോഹൻ രാജിനെ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും ചെയ്യുന്നു. മോഹൻ രാജ് ജനീഷ് കുമാറിനോട് 9,953 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു. അതായത് വലിയ ഭൂരിപക്ഷം, നേരത്തെ അടൂർ പ്രകാശ് നേടിയ 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം, 20,718 വോട്ടുകളുടെ ഭൂരിപക്ഷം അതും മറികടന്നുകൊണ്ട് 2019 ഉപതെരഞ്ഞെടുപ്പിൽ 9,953 വോട്ടുകൾക്ക് ജനീഷ് കുമാർ അവിടെ മോഹൻ രാജിനെ പരാജയപ്പെടുത്തുന്നു. പക്ഷേ 2021 എത്തുമ്പോൾ അടൂർ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം റോബിൻ പീറ്ററിനെ തന്നെ പാർട്ടി അവിടെ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും രക്ഷയില്ല. അവിടെ വീണ്ടും ജനീഷ് കുമാർ വിജയിക്കുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം 8,508 വോട്ടുകളായി കുറയുന്നു എന്നാണ് ഒരു യാഥാർത്ഥ്യം. കോന്നിയെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസ്സുകാരും UDF പ്രവർത്തകരും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം അടൂർ പ്രകാശിൻ്റെതാണ്. കാരണം അടൂർ പ്രകാശ് അവിടെ ജനകീയനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനീഷ് കുമാർ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും അതിനുശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിന് ശേഷവും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. അദ്ദേഹം ജനകീയത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അടൂർ പ്രകാശിന് മാത്രമേ ജനീഷ് കുമാറിനെ പരാജയപ്പെടുത്തുവാൻ കഴിയൂ എന്ന ഒരു യാഥാർത്ഥ്യം മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ചും കോന്നി മെഡിക്കൽ കോളേജ്, അതുപോലെ കോന്നിയുടെ ഒരു ഭൂപടം അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ എഴുതി ചേർത്ത ഒരാളാണ് അടൂർ പ്രകാശ് എന്ന കാര്യത്തിൽ നിന്നും സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ് താല്പര്യം. കാരണം ഈഴവ സമുദായത്തിൽ പിറന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യം മാറുന്നുണ്ട് എന്നതുകൂടി യാഥാർത്ഥ്യമാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആറ്റിങ്ങിൽ നിന്ന് കോന്നിയിൽ മത്സരിച്ചാൽ വിജയിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റ് ഒഴിവ് വരും. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിർത്തുവാൻ കഴിയുക വളരെ പ്രയാസകരമാണ്. കാരണം അടൂർ പ്രകാശിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് 640 പരം വോട്ടുകൾക്ക് മാത്രമാണ് ആറ്റിങ്ങൽ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞതെന്നുകൊണ്ട് തന്നെ ലോക്സഭയിലെ ഓരോ MPയും കോൺഗ്രസിന് വിലപ്പെട്ടതായതുകൊണ്ട് ഒരുപക്ഷെ അടൂർ പ്രകാശിനെ കോന്നിയിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന പേരിൽ ചർച്ചകൾ ഉയരുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇളവ് ലഭിച്ചേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളും വരികയാണ്. അദ്ദേഹം ഒരുപക്ഷെ കോന്നിയിൽ എത്തുവാൻ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ കാണുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വത്തിന് ഉറപ്പ് നൽകേണ്ടി വരും. ആറ്റിങ്ങലിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പാർട്ടിക്ക് ആ സീറ്റ് നിലനിർത്തുവാൻ കഴിയും എന്ന ചർച്ചയും ഉയരുന്നുണ്ട്.
അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിന് വേണ്ടി പരിഗണിക്കപ്പെടുന്ന സീറ്റ് SNDPയുമായി അടുത്ത ബന്ധമുള്ള അഡ്വക്കേറ്റ് ശൈലാജിൻ്റെതാണ് എന്ന പേരും എന്ന ഒരു ചർച്ചയും ഉയരുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ട റോബിൻ പീറ്ററുടെ പേരും അവിടെ കേൾക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. സുരേന്ദ്രനൊക്കെ വ്യക്തമായ വോട്ട് വിഹിതം വാങ്ങിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണത്. തദ്ദേശ സ്വയംഭരണകൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ UDFന് മേൽക്കൈയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. പൊതുവെ ആ മണ്ഡലം LDF അനുകൂലമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ UDFന് അനുകൂലമായി ഇപ്പോൾ അവസാന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടുകൾ കാണിക്കുന്നുണ്ട്. ആകെ 11 പഞ്ചായത്തുകളാണ് അവിടെ ഉള്ളത്. അതിൽ 7 എണ്ണം UDFന് അനുകൂലമായും 4 എണ്ണം LDFന് അനുകൂലമായിട്ടുമാണ് വിധി എഴുതിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളെടുത്താൽ 2 എണ്ണം UDFന് അനുകൂലമായിട്ടും 2 എണ്ണം UDFന് അനുകൂലമായിട്ടും 1 LDFന് അനുകൂലമായിട്ടാണ് ജില്ലാ പഞ്ചായത്തുകളുടെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ചിറ്റാർ LDFനും മലയാലപ്പുഴയും കോന്നിയും UDFനുമാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട്. നമ്മൾ പഞ്ചായത്തുകൾ എടുത്താൽ അവിടെ അരുവാപ്പുലം പഞ്ചായത്തിൽ LDF 4, UDF 8, BJP 2. കോന്നി എടുത്താൽ LDF 6, UDF 11, BJP 2. മലയാലപ്പുഴ എടുത്താൽ LDF 8, UDF 3, BJP 2. പ്രമാടം എടുത്താൽ LDF 5, UDF 10, BJP 3. മൈലപ്പുറം എടുത്താൽ LDF 2, UDF 8, BJP 3. വലിക്കോട് എടുത്താൽ 5 LDF, 9 UDF, 2 BJP. താന്നിത്തോട് എടുത്താൽ 2 LDF, 11 UDF, 0 BJP. സീതത്തോട് എടുത്താൽ 10 LDF, 3 UDF, 0 BJP. ചിറ്റാർ എടുത്താൽ 7 LDF, 6 UDF, 0 BJP. ഏനിമംഗലം എടുത്താൽ 6 LDF, 7 UDF, 0 BJP. കലത്തൂർ എടുത്താൽ 7 LDF, 9 UDF, 4 BJP. അതായത് ടോട്ടൽ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 11 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 7 എണ്ണം UDFും 4 എണ്ണം LDFനും അനുകൂലമായി നിൽക്കുന്നു എന്നാണ് ആ മണ്ഡലത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്ക്. എങ്കിലും ജനീഷ് കുമാർ എന്ന് പറയുന്ന നിലവിലുള്ള MLA ജനകീയനാണ് എന്ന് തന്നെയാണ് മണ്ഡലത്തിലെ സ്ഥിതിഗതികളൊക്കെയും സൂചിപ്പിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും മാത്രമല്ല റോബിൻ പീറ്റർ കഴിഞ്ഞ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടിന് ജില്ലയിൽ നിന്ന് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിനും അവിടെ സാധ്യതകളുണ്ട് എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അടൂർ പ്രകാശ് ആയിരിക്കും കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ചർച്ച വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ ഒരു ഇളവ് ലഭിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. കാരണം ഓരോ മണ്ഡലവും നോട്ട് ചെയ്ത് തന്നെ UDF പോകുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശിനെ അവിടെ മത്സരിക്കുവാൻ അനുവദിക്കും എന്ന രീതിയിൽ ചില ചർച്ചകൾ വരികയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് അവിടെ ഏറ്റവും സ്യൂട്ടായ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ആ മണ്ഡലം നിലനിർത്താൻ കഴിയും. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവർ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ജയ് ഹിന്ദ്.